നിഖിൽ, ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. 25,285 എന്നുള്ളൊരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 90-ലധികം പോയിന്റുകളുടെ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തുടക്കം മുതൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും വളരെ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? ജാസ്മിൻ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% മുകളിൽ 0.5% ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ നിഫ്റ്റി 50 സൂചികയ്ക്ക് സാധിക്കുന്നുണ്ട്. നിലവിൽ പരിശോധിക്കുമ്പോൾ 25,276 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ നിലവിൽ 38 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുന്നു, 12 ഓഹരികളിൽ ഒരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി തന്നെയാണുള്ളത്. ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം, 350 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 56,541 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിന്ന് 12 കമ്പനികളുള്ള സൂചികയിൽ നിന്ന് നിലവിൽ 11 ഓഹരികൾക്ക് നിലവിൽ ഇപ്പോൾ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ പവർ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളമാണ് വളരെ മികച്ച ഒരു പെർഫോമൻസ് രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. 1.5% മുകളിലുള്ള ഒരു നേട്ടം പവർ ഗ്രിഡ് ഇപ്പോൾ രേഖപ്പെടുന്നുണ്ട്. കൂടാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ SBI സംബന്ധിച്ചിടത്തോളം 1.5% ഒരു നേട്ടമുണ്ടാകുമ്പോൾ ആക്സിസ് ബാങ്ക്, അദാനി പോർട്സ് ഓഹരികളൊക്കെ തന്നെ 1.25% മുകളിലുള്ള നേട്ടം രേഖപ്പെടുന്നു. SBI ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1% മുകളിലേക്കുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മറുവശത്ത് ഇടിവ് പരിശോധിക്കുകയാണെങ്കിൽ മെറ്റൽ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ടാറ്റ സ്റ്റീൽ പരിശോധിക്കുകയാണെങ്കിൽ 1.25% മുകളിലുള്ള ഇടിവുണ്ടാകുന്നു. JSW സ്റ്റീലിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 1% ഉള്ളൊരു ഇടിവാണ് ഉണ്ടാകുന്നത്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് പരിശോധിക്കുകയാണെങ്കിലും 0.25% മുകളിലുള്ളൊരു ഇടിവ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. കൂടാതെ TCS ടെക് മഹീന്ദ്ര ഓഹരികൾ നോക്കുകയാണെങ്കിലും ഒരു ഇടിവുണ്ടാകുന്നു. ടെക് മഹീന്ദ്രയിൽ വളരെ മൈന്യൂട്ടായ ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ TCSനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.25% ഒരു ഇടിവാണ് ഈ പാദഫലം വന്നതിന് ശേഷമുള്ള ഈ ഒരു ആദ്യ ട്രേഡിംഗ് ദിനത്തിൽ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ബാങ്കിങ് സൂചികയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. ഓഹരികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ നിന്ന് ആക്സിസ് ബാങ്കിനാണ് വലിയ രീതിയിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. 1.25% ഒരു നേട്ടം ഉണ്ടാകുന്നു. കൂടാതെ കാനറ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഇതേ തോതിലുള്ള ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. HDFC ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.5% മുകളിലുള്ള ഒരു നേട്ടം HDFC ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമ്പോൾ ഫെഡറൽ ബാങ്കിനും 1% മുകളിലുള്ള ഒരു നേട്ടത്തിലേക്കും കടക്കാൻ സാധിച്ചു. സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു ടോപ്പ് ഗെയിനറായി മാറിയിരുന്ന നിഫ്റ്റി മെറ്റൽ ആ ഒരു ഹയർ ലെവലിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ട് ഒരു 1% ഇടിവ് നേരിടുന്നത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട സൂചികകളിലൊക്കെ തന്നെ ഇപ്പോഴൊരു പോസിറ്റിവിറ്റിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതിൽ തന്നെ മികച്ച ഒരു മൊമെൻറ്റം ഉള്ളത് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയിലാണ്. ഏകദേശം 1.25% മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 1.5% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടത്തിലേക്ക് നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക മാറിയിരിക്കുന്നു. നിഫ്റ്റി റിയൽറ്റി പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.25%ഉള്ളൊരു നേട്ടമാണ് നിഫ്റ്റി റിയൽറ്റിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. നിഫ്റ്റി റിയൽറ്റി നോക്കുകയാണെങ്കിൽ നിലവിൽ 892 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി റിയൽറ്റിയിലെ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിയൽറ്റി ഓഹരികളുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ ഓഹരി 1.25% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ലോധ ഡെവലപ്പേഴ്സ് നോക്കുമ്പോൾ 1.5% മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തുമ്പോൾ മഹീന്ദ്ര ലൈഫ് സ്പേസിനെ സംബന്ധിച്ചിടത്തോളം 2.25% ഒരു നേട്ടത്തിലേക്ക് കടക്കാൻ മഹീന്ദ്ര ലൈഫ് സ്പേസിന് സാധിക്കുന്നു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2% ഒരു മികച്ച പ്രകടനം നിലവിൽ പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. നിഫ്റ്റി എനർജി സൂചിക പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ തന്നെയുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു. ഏകദേശം 0.25% മുകളിലുള്ള നേട്ടമാണ് നിഫ്റ്റി എനർജി സൂചികയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. നിലവിൽ 35,530 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി എനർജിയിലെ ട്രേഡിംഗ് നടക്കുന്നത്. ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഐനോക്സ് വിൻഡിന് തന്നെയാണ് മികച്ച ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. ഏകദേശം 2.25% നേട്ടം. കൂടാതെ സുസ്ലോൺ എനർജിയും 2.25% ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണുള്ളത്. അടുത്തതായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ മുത്തൂറ്റ് ഫിനാൻസിന് നിലവിലിപ്പോൾ മോർഗൻ സ്റ്റാൻലി ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 3,660 രൂപയാണ് നിലവിലിപ്പോൾ മോർഗൻ സ്റ്റാൻലി മുത്തൂറ്റ് ഫിനാൻസിൽ ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മുൻപ് നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് പ്രൈസിൽ
ഒരു റിവിഷൻ വരുത്തിയിരിക്കുന്നു. 3340 രൂപയിൽ നിന്ന് 3360 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ 2026, 27, 28 കാലഘട്ടത്തിലൊക്കെ തന്നെ കമ്പനിയുടെ ഒരു ഏർണിംഗ് പെർ ഷെയർ അഥവാ EPS-ൽ ഒരു സിഗ്നിഫിക്കൻ്റ്ലി ഒരു ഗ്രോത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നൊരു വ്യൂ പോയിന്റാണ് മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തിൽ 2.8% ഒരു ഗ്രോത്ത് ആണെങ്കിൽ 2027 സാമ്പത്തിക വർഷത്തിൽ അത് 7.4ആയും 28 സാമ്പത്തിക വർഷത്തിൽ 7.6ആയും മാറും എന്നൊരു വ്യൂ പോയിന്റും അവരിപ്പോൾ നടത്തിയിരിക്കുന്നു. കമ്പനിയുടെ ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു ലോൺ ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ ഏകദേശം ഒരു 34% ഒരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മുത്തൂറ്റ് ഫൈനാൻസിന് സാധിക്കും എന്നാണ് പറയുന്നത്. മുൻപ് പരിശോധിക്കുകയാണെങ്കിൽ 26% നിന്നാണ് നിലവിൽ ഈ ഒരു 34%ലേക്കുള്ള ഒരു വർധനവ് നിലവിൽ ഇപ്പോൾ ബ്രോക്കറേജ് വരുത്തിയിരിക്കുന്നത്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ 2026 സാമ്പത്തിക വർഷത്തിൻ്റെ ഒരു മൂന്നാം പാദത്തിൽ മാത്രം ഗോൾഡ് ലോൺ ഗ്രോത്ത് മാത്രം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഏകദേശം ഒരു 10% രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മുത്തൂറ്റ് ഫൈനാൻസിന് സാധിക്കും എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ 2026, 28 കാലഘട്ടത്തിലെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 11% ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്തും. കൂടാതെ ഓപ്പറേറ്റിംഗ് കോസ്റ്റൊക്കെ തന്നെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നത് മുത്തൂറ്റ് ഫൈനാൻസിൽ ഒരു പോസിറ്റീവായിട്ടും മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുകയാണ്. അവസാനമായിട്ട് വിപണിയുടെ ഒരു പെർഫോമൻസ് കൂടി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 0.5% ഒരു നേട്ടവും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 0.5% മുകളിലുമുള്ളൊരു നേട്ടമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ.